നമസ്കാരം. ഈ വിവാഹത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായമാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് അല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻ്റാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ചെറുക്കൻ്റെ വീടും പെണ്ണിൻ്റെ വീടും തമ്മിലുള്ള പരസ്പര ധാരണയോടുകൂടിയാണ് ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത്, ഇല്ലേ? പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് സാമ്പത്തികവും വിദ്യാഭ്യാസവും ജോലിയും ആ കുടുംബാംഗങ്ങളുടെ പശ്ചാത്തലങ്ങളും എല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും പലപ്പോഴും പല കുടുംബജീവിതത്തിലും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്താണ്? പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ല പരസ്പരം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാണ്ട് വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മിക്ക കുടുംബങ്ങളിലും സംഭവിക്കുന്നത് ഇതാണ്. അതായത് ഭാര്യ പറയുന്നത് ഭർത്താവിന് അംഗീകരിക്കാൻ പറ്റാതെ വരികയും ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് അംഗീകരിക്കാതെ വരുമ്പോഴുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ആദ്യകാലത്ത് ഇതിങ്ങനെയൊന്നും ഇല്ലായിരിക്കും. ആദ്യകാലത്ത് നല്ല സ്മൂത്തായിട്ട് പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, കുറച്ച് കഴിയുമ്പോൾ വിവാഹ ജീവിതത്തിൽ മിക്കവർക്കും തന്നെ ഒരു മടുപ്പ് അനുഭവപ്പെടുന്ന കാലമുണ്ട്. അതില്ല എന്ന് പറയണ്ട, എല്ലാവരുടെയും ജീവിതത്തിൽ അത് കുറച്ച് കഴിയുമ്പം, അതായത് കുട്ടികളായി ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളായി എല്ലാം ആകുമ്പോഴത്തേനും ഒരു മടുപ്പ്. അപ്പോൾ പലപ്പോഴും പലതും വിളിച്ചു പറയുമെന്നിരിക്കും. അതൊക്കെ പ്രശ്നങ്ങളിലേക്ക് കാരണമാവുകയും ചെയ്യും. കാരണം മടുപ്പ് ഒത്തിരി തോന്നിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഇതൊക്കെ പറയാൻ തുടങ്ങി. ഇഷ്ടമല്ല എന്നൊക്കെ ചിലപ്പോൾ തുറന്നം പിടിച്ച് പറഞ്ഞേക്കും. നിങ്ങളുടെ കൂടെ ജീവിച്ച് ഞാൻ മടുത്തു എന്ന് പറഞ്ഞേക്കും. നിന്നെ കൊണ്ട് ഞാൻ മടുത്തു, നിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഭർത്താവ് പറഞ്ഞു എന്നിരിക്കും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ പലരും പെൺകുട്ടികളും വിവാഹത്തിലേക്ക് കിടക്കുന്നത് എങ്ങനെയാണെന്നറിയാം. വിവാഹത്തിന് മുമ്പ് സിനിമയിൽ കാണുന്നത് പോലെയുള്ളതാ അല്ലെങ്കിൽ സീരിയലിൽ കാണുന്നത് പോലെയുള്ളതാ ജീവിതം എന്നാണ് വിചാരിക്കുന്നത്. എന്നും ഇങ്ങനെ സന്തോഷത്തോടു കൂടിയായിരിക്കും പോകുന്നതെന്നാണ്. പച്ചയായി യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാകും അത് അത്ര എളുപ്പമുള്ള കല്ലും മുള്ളും നിറഞ്ഞതാണ് വിവാഹ ജീവിതം എന്ന് മനസ്സിലാകും. ഒത്തിരി പ്രശ്നങ്ങളുണ്ട് വിവാഹ ജീവിതത്തിലുള്ളവർക്കില്ലേ? അതായത് ചില കാര്യങ്ങൾ പറയാൻ പറ്റാതെ വരുന്നതുണ്ട്, ചില കാര്യങ്ങൾ പറഞ്ഞതുണ്ട്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ. അപ്പം പറയാതിരിക്കുമ്പോൾ അതിനെക്കുറിച്ചാകും, പറയുമ്പോഴും അതിനെക്കുറിച്ചാകും. അങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളും കല്ലുകടികളും അതിൻ്റെ കൂടെ അമ്മായിയമ്മ എന്ന് പറയുന്ന കഥാപാത്രങ്ങളും നാത്തൂൻ എന്ന് പറയുന്ന കഥാപാത്രങ്ങളും ഒക്കെ കൂടെ വരുമ്പോഴത്തേനും അത് ഏകദേശം ഒരു പൂർണ്ണമാകും. ആ ഒരു കോർട്ട് പൂർണ്ണമാകാൻ തുടങ്ങും, ഇല്ലേ? അപ്പം അതെല്ലാം യാഥാർത്ഥ്യങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ ഒരു സംതൃപ്തമായിട്ട് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും എന്ന ചിന്തയോടൊന്നും ഇരിക്കേണ്ട. അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ വലുതായി വന്നൊന്നിരിക്കും. നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ഇതും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ ആ വിവാഹ ജീവിതം മുന്നോട്ട് പോവുള്ളൂ, ഇല്ലേ? എല്ലാം പറയാതെ ഒളിച്ചു വയ്ക്കുകയും മറച്ചു വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാകുകയും ചെയ്യും. ഇനിയൊരു കാര്യമുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയും കൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്നപ്പോഴോ ആഗ്രഹിക്കാതിരിക്കുമ്പോഴോ ആയിരിക്കാം ചിലപ്പോൾ വരുന്നത്. അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ കുഞ്ഞിലേക്ക് ആയി പോവുകയും ചെയ്യുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കും. അതായത് ഭർത്താവിനെ നോക്കുന്നില്ല, ഭാര്യയുടെ ആ നോട്ടം കുറയും, ഭർത്താവിനെ നോട്ടം കുറയും, എല്ലാ ശ്രദ്ധയും കുഞ്ഞിലേക്കാകുകയും പല സ്ത്രീകൾക്ക് ഭർത്താവിനോടൊരകൽച്ച കൂടുകയും ചെയ്യും. അതും ഒരു കുടുംബജീവിതത്തിന് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പിന്നെ എപ്പോഴും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും ഭർത്താവിൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളും സ്ത്രീകൾക്ക് വേറെ ആയിരിക്കും, അല്ലേ? അപ്പം അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ എങ്ങനെ പോയാലും കുറേ വർഷങ്ങൾ എടുക്കും സ്ത്രീകൾ. പെട്ടെന്നൊന്നും അഡ്ജസ്റ്റ് ചെയ്യില്ല. പിന്നെ അങ്ങോട്ട് അഭിനയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം അവർ വേറെ ഒരു വകുപ്പിൽപ്പെട്ട ആൾക്കാരാണ്. ഒന്നും ഓർക്കണം, നമ്മൾ ചെല്ലുന്ന വീട്ടിൽ എപ്പോഴും അമ്മമാർക്കൊരു നിയന്ത്രണമുണ്ട്. പെൺകുട്ടികൾ വളരുന്ന വീട്ടിൽ അമ്മമാർ പറയും ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ചെയ്യാവുള്ളൂ, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു വിടണേ. ചെന്ന് കഴിയുമ്പോഴോ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പം അവിടെയും കുറേ പേരുണ്ടായിരിക്കും. അവിടെയും നിയന്ത്രിക്കാൻ ഒരു അമ്മായി ഉണ്ട്, അത് അമ്മായിയമ്മ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ശരിക്കും അനുഭവിക്കുന്നത് ഈ പെൺകുട്ടികളാണ്, ഇല്ലേ? അവിടെ ചെല്ലുമ്പോഴോ അവരെല്ലാം ഒരു സെറ്റിലുള്ള ആൾക്കാരാണ്. അവർ ഒരു കുടുംബത്തിൽപ്പെട്ടത്, ഒരു ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ടവർ എല്ലാം ഒന്നുപോലെയുള്ളവരായിരിക്കും. അവർ ഒന്നിച്ച് വളർന്നവരും ഒക്കെ ആയിരിക്കും. ഈ പെൺകുട്ടി മാത്രമാണ് വേറെ സാഹചര്യത്തിൽ നിന്ന് അവിടെ ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം എന്നറിയാൻ മേലാത്ത ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ഒരു ബോധത്തോടു കൂടി വേണം വിവാഹത്തിലേക്ക് കടക്കുവാൻ.
എല്ലാ സാഹചര്യത്തെയും മനസ്സിലാക്കിയിട്ട് വേണം വിവാഹം ചെയ്യാൻ. കാരണം നമ്മൾ വേറെ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് പെണ്ണ് ആണ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. വേറൊരു വീട്ടിലേക്ക് താമസിക്കാൻ ഇത്രയും പ്രശ്നങ്ങൾ വരില്ല. പക്ഷേ വേറെ വീട്ടിൽ അപ്പം അതൊക്കെ മനസ്സിലാക്കി അതിനെ പേടിപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്നാലും മനസ്സിലാക്കിയ ശേഷം പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മനപ്രയാസം നമുക്ക് ഒഴിവായി കിട്ടും. അതേപോലെ അവിടെ ചെന്ന് കഴിയുമ്പം നമ്മളെല്ലാം എല്ലാ സൗകര്യം എല്ലാം ഇങ്ങനെ സുഖമായിരിക്കും, എന്നും ജീവിതം ഇങ്ങനെയാണ് അതും വിചാരിക്കരുത്. ജീവിതത്തിന് ഇപ്പോഴും ഒരു കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച് മാത്രമേ പെൺകുട്ടികൾ വിവാഹത്തിലേക്ക് പോകാവുള്ളൂ. അല്ലാതെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലുണ്ടായ സന്തോഷവും ഇങ്ങനെ ഭയങ്കര കല്യാണത്തിൻ്റെ സമയത്തുമൊക്കെയുള്ള ആ സ്വപ്നം കാണലില്ലേ, അങ്ങനെയുള്ളവരായിരിക്കണം, ഇങ്ങനെയുള്ളവരായിരിക്കണം, അതാണ് എനിക്ക് കിട്ടിയത്, എനിക്കുള്ള ഭർത്താവിനെ കൊണ്ട് ഞാൻ സംതൃപ്തിയായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ സന്തോഷമായിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കും എന്നൊക്കെ പറഞ്ഞങ്ങ് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ സാഹചര്യം അതൊന്നും ആയിരിക്കില്ല എന്നേ. അവിടെ ചെല്ലുമ്പോൾ വേറൊരു സാഹചര്യമായിരിക്കും. അവിടുത്തെ രീതികൾ അങ്ങനെ അടിച്ചു പൊളിക്കാൻ സമ്മതിക്കാത്തവരായിരിക്കും. ആദ്യകാലത്ത് കുറച്ചൊക്കെ പറഞ്ഞു എന്നോർത്തുകൊണ്ട് പിന്നീട് അവർ നല്ല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നവരായിരിക്കും. ചിലപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞ പെൺകുട്ടീനെ പിന്നെ വിദ്യാഭ്യാസത്തിന് വിട്ടില്ല എന്ന് വരാം. ജോലിക്ക് പോകേണ്ടവർക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടു എന്ന് വരാം. ചിലർ പറഞ്ഞാലും അച്ഛനെ അമ്മേനെ നോക്കി ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയുന്നവരായിരിക്കാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേ പോകാവുള്ളൂ. പിന്നെ എപ്പോഴും ഒരു ജോലി സമ്പാദിച്ച് ഇച്ചിരി ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എപ്പോഴും ഭർത്താവിൻ്റെ വീട്ടുകാരെ എപ്പോഴും ചേർത്ത് നിർത്താൻ ശ്രമിച്ചാൽ അവർ ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അഭിപ്രായമൊക്കെ പറയും. ഞാൻ കേട്ടൊരു 99% വീടുകളിലും ഭർത്താവിൻ്റെ വീട്ടുകാരെ ചേർത്ത് നിർത്തിയ പെൺകുട്ടികൾക്കെല്ലാം കളി വീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് അവരെ സ്നേഹിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയരുത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോഴും നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. ചില പെൺകുട്ടികൾ വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും കഥകൾ തൊട്ട് എല്ലാ കഥകളും ഭർത്താവിൻ്റെ വീട്ടിൽ പറയുന്ന പെൺകുട്ടികളുണ്ട്. കുറേ കഴിയുമ്പം ഈ പ്രശ്നങ്ങൾ എടുത്തിട്ട് നിൻ്റെ വീട്ടിൽ അങ്ങനെ നടന്നാലേ എങ്ങനെ നടന്നാലേ എന്ന് ചോദിച്ചുകൊണ്ട് എടുത്തിട്ട് ഇടിക്കുന്ന മായമ്മമാരും ഭർത്താക്കന്മാരുമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നും പറയാതിരിക്കുക. നമ്മുടെ കുടുംബത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞാൽ മാത്രം മതി. അതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതെടുത്തിട്ട് നമ്മൾ ചോദ്യം ചെയ്യാൻ ഇടവരും. അതും പിന്നെ എപ്പോഴും ഈ ഭർത്താവിൻ്റെ അമ്മയുടെ കൂടെ പോവുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നാത്തൂമാരുടെ കൂടെ പോവുക, ഭർത്താവിനെ അങ്ങ് ഒഴിവാക്കി നിർത്തുന്ന സ്വഭാവം ചില പെൺകുട്ടികളുണ്ട്. അത് നിങ്ങൾ ചെയ്യരുത്. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ തന്നെ പോകാൻ ശ്രമിക്കുക. അധിക സമയം അമ്മയുടെ അച്ഛൻ്റെ കൂടെ പോകണ്ടെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്. ഒരു പരിധി പല ഭർത്താക്കന്മാർക്കും അതിഷ്ടമല്ല. പല പയ്യന്മാരും വഴക്കുണ്ടാക്കണേന്നറിയോ, നിന്നെ കൊണ്ടു നടക്കാൻ ആളുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ കൊണ്ടു നടക്കണേ, നീ എന്തിനാ എൻ്റെ കൂടെ വരണേ, അവർ കൊണ്ടുപോയിക്കോളും നിന്നെ എന്നിങ്ങനെ പറഞ്ഞ് അവർക്കൊരു തഞ്ചവും കൂടെ കിട്ടുന്നതാണ്. അവരെങ്ങനെ പറയുമ്പോൾ എന്നാ നമ്മൾ ഇപ്പം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പൊക്കോളും. എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ച് നമ്മൾ നിർബന്ധം പിടിക്കുക. അതൊരു കള്ളത്തരം കൊണ്ടാണ്. പക്ഷേ നമ്മൾ അതും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ പോകാനും ഭർത്താവിൻ്റെ ഒപ്പം സഞ്ചരിക്കാനും ശ്രമിക്കുക. എന്ത് കാര്യങ്ങളും ഒരു കൂട്ടുകാരോട് പറയും പോലെ കൂട്ടുകാരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക. ചില വീടുകളിൽ കേട്ടിട്ടുണ്ട്, മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിപ്പിക്കുന്ന വീട്ടുകാർ. മകന് എല്ലാം ഒരു കാര്യവും ചെയ്യില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് ജീവിക്കുന്നൊരു മകനായിരിക്കും. അപ്പം അവനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചാൽ നന്നാവുമെന്ന് എല്ലാവരും പറഞ്ഞു എന്നും പറഞ്ഞ് പെണ്ണ് കെട്ടിക്കും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് പെണ്ണ് കെട്ടാൻ നടക്കരുത്. അവൻ നീന്തലറിയാത്തവൻ കടലിൽ ചാടിയ പോലെ നീന്തിക്കൊണ്ടിരിക്കും. അപ്പം അവൻ അവിടെ കിടന്ന് നീന്തുകയുള്ളൂ. അവൻ ഒരു കാലത്തും കരയൊരു പെണ്ണ് കിട്ടിയെന്നല്ല, അതിലും വലുത് കിട്ടിയെന്ന് ഓർത്തുകൊണ്ട് അവൻ രക്ഷപ്പെടുന്നു പോകുന്നില്ല. അവൻ അവിടെ തന്നെ കിടക്കാനേ ആസ്വദിക്കുള്ളൂ. അവൻ പിന്നെ ഒരു കാര്യം കൂടെ ചിന്തിക്കും, എന്നെ നോക്കാൻ ഒരാളും കൂടെ വന്നല്ലോ എന്നും കൂടെ ഒരു സുഖവും കൂടെ സുഖിക്കുകയുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. മക്കളെ കഞ്ചാവ് കുടിച്ചിറക്കണവൻ കള്ളു കുടിക്കണവനെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് പെണ്ണ് കെട്ടിക്കാതിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഒരു പെണ്ണിൻ്റെയും കൂടെ ഭാവി കളയാതിരിക്കുകയില്ലേ. അതേപോലെ ചിലരുണ്ട് ഉത്തരവാദിത്തങ്ങളില്ല എന്ന് പറഞ്ഞൊക്കെ പെണ്ണ് കെട്ടിക്കുന്നത്. നമ്മൾക്ക് ഇഷ്ടം പോലെ കേൾക്കാൻ പറ്റും ഇതൊക്കെ. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. മക്കളെ ഒരു അടുക്കളപ്പണി ചെയ്യുകയാണെങ്കിലും ആൺകുട്ടിയെ പെൺകുട്ടിയെ മാറ്റി നിർത്താതെ രണ്ടുപേരെയും കൂടെ ചെയ്യാൻ പഠിപ്പിക്കുക. പെൺകുട്ടീനെ പഠിപ്പിക്കണം, ആൺകുട്ടീനെ. കാരണം എവിടെ പോയാലും അവർ ജീവിക്കണം. എന്ത് പണി ചെയ്താലും ജീവിക്കണം, ഇല്ലേ? അടുക്കളപ്പണി ചെയ്താണെങ്കിലും ജീവിക്കാൻ പഠിച്ചിരിക്കണം. അപ്പം അതും കൂടെ പഠിപ്പിച്ച് ആൺപിള്ളേരെ ആണെങ്കിലും പെൺപിള്ളേരെ ആണെങ്കിലും നമ്മൾ പഠിപ്പിക്കുക. സ്വന്തം കാര്യം ചെയ്യാൻ എപ്പോഴാണേലും നമ്മൾ പഠിപ്പിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. എനിക്കറിയാൻ മേല എന്ന് പറഞ്ഞ് ഈ അയ്യോ ചെയ്യണ്ട എന്ന് പറഞ്ഞ് അമ്മമാർ ഇടപെടാണ്ടിരിക്കുക. അമ്മമാർ ചെയ്യിപ്പിച്ച് തന്നെ പഠിക്കുക. ചില വീട്ടിലുണ്ട് അച്ഛന്മാരെന്തെങ്കിലും പറയുമ്പോഴത്തേനും അമ്മമാർ ചാടിപ്പറയും, അയ്യോ വേണ്ടാട്ടോ കൊച്ചു പഠിക്കണം കേട്ടോ എന്നൊക്കെ. അപ്പം അത് കഴിഞ്ഞുള്ള പഠിത്തം മതിയെന്നേ. അത്രയ്ക്ക് വലിയ പഠിത്തക്കാരൊന്നും അല്ല.
പുസ്തകം എടുത്ത് വെച്ച് ചുമ്മാ വെച്ചോണ്ടിരിക്കണേക്കാളും ഭേദമല്ല ഇച്ചിരി പണിയൊക്കെ ചെയ്തിട്ട് പോയി പഠിക്കുകയാണെങ്കിൽ പഠിച്ചോളും. അതൊക്കെ ചെയ്യാൻ നമ്മുടെ മക്കളെ ഞാനങ്ങനെ പറയും, ഞാൻ വഴക്കും പറഞ്ഞു ഓടിച്ചു വിടും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ മക്കളെ പഠിപ്പിച്ചു വയ്ക്കുക. പിന്നെയുള്ളത്, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണം. അതായത് കല്യാണശേഷം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും, കല്യാണത്തിന് മുമ്പുള്ളത് പറയണോ അവനോ തന്നെ തീരുമാനിക്കുക. കല്യാണശേഷം വരുന്ന കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുന്നവരായിരിക്കണം. അതെല്ലാം തുറന്ന് സംസാരിച്ച് അതിൻ്റേതായ പരിഹാരങ്ങളൊക്കെ കണ്ടെത്തുക. എന്ത് കാര്യങ്ങളും. പിന്നെ നമ്മളെപ്പോഴും ഒരു ബാധ്യതയിലേക്ക് പോകുന്നത് കല്യാണശേഷമാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ആഡംബരങ്ങൾ കൂടുന്നു, നമുക്ക് ഇച്ചിരിയോടെ സെറ്റപ്പായിട്ട് ജീവിക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ നമ്മളെപ്പോഴും മിതത്വം പാലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷത്തോടെ എന്നും പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇച്ചിരി ആർഭാടത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതം സന്തോഷകരമല്ലാതെ ആയി പോകുന്നത്. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഇല്ലേ. അതുകൊണ്ട് അവരുടെ ഓരോ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മാത്രം കണ്ടിട്ട് മാത്രമേ വിവാഹ ജീവിതത്തിലേക്ക് പുറപ്പെടാവുള്ളൂ. അല്ലാതെ ഇത് ഈസിയായി സന്തോഷകരമായിരിക്കും എന്നും കോമഡിയായിട്ട് ജീവിതം പോകുള്ളൂ എന്ന് വിചാരിച്ചേക്കരുത്. എന്നും സന്തോഷമുള്ള ഒന്നുമല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. അത് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അത്ര ഈസിയുള്ള കാര്യമല്ല. ചിലർക്കുണ്ടായിരിക്കാം, ഇനി അതിന് മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒട്ടുമുക്ക ഒരു 99% എന്തെങ്കിലും പ്രശ്നങ്ങൾ വിവാഹ ജീവിതത്തിലുള്ളവരാണ്. വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. കൂടിക്കൂടി വരുമ്പോഴാണ് ഡൈവോഴ്സ് അങ്ങനെയുള്ളതിലേക്കൊക്കെ ആയി പോകുന്നത്. അപ്പം അതെല്ലാം നോക്കിയും കണ്ടും ഒക്കെ ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവരുടെ ജീവിതത്തിലും ഈ നോക്കിയും കണ്ടെന്ന് മാത്രമല്ല, കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ചുറ്റുപാടുകൾ ഉള്ള പോലെയുള്ള കുടുംബജീവിതത്തിലേക്ക് ചെല്ലുന്നതാട്ടോ ഏറ്റവും നല്ല. അതും കൂടെ ഞാൻ പറയാം. അതായത് പെൺകുട്ടി ഒരു നാട്ടിൻപുറത്തുകാരിയാണെങ്കിൽ നാട്ടിൻപുറത്തേക്ക് തന്നെ കല്യാണം കഴിച്ചു വിടുന്നതാണ് ഏറ്റവും നല്ലത്. പെൺകുട്ടി നാട്ടിൻപുറത്തുകാരിയാണ്, ടൗണിലേക്ക് കല്യാണം കഴിച്ചു വിടുമ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതേപോലെ ആൺകുട്ടിയാണെങ്കിലും, അതായത് നാട്ടിൻപുറത്തെ പെൺകുട്ടിക്ക് വലിയ മോഡേൺ ആയിട്ടുള്ള രീതികളൊന്നും അറിയത്തില്ലായിരിക്കും. അതേപോലെ ഗ്രാമപ്രദേശത്ത് വളർന്ന പയ്യന് അവനും വലിയ ഇതൊന്നും അറിയത്തില്ലായിരിക്കും. അപ്പം അതുപോലെ അവനോന് ചേരുന്നത്. പിന്നെ ഒരു കൃഷിക്കാരൻ്റെ മകളെ ഒരു ജോലിക്കാരൻ്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ അവർ വേറെ താമസിക്കണം. അതായത് അവർ ജോലിക്കാർ ഒരു ഹൈ ലെവലിൽ താമസിക്കുമ്പോൾ ഈ കുട്ടിയുടെ നാട്ടിൻപുറത്തെ ജീവിതവും കൃഷിക്കാരൻ്റെ ജീവിതമായിരിക്കും ആ കൊച്ചിനറിയാവുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് ഈ കുട്ടി അനുഭവിക്കാൻ തുടങ്ങും. അതേപോലെ വലിയ ഹൈ സ്റ്റാൻഡേർഡിൽ നിന്ന പെൺകൊച്ചിനെ നാട്ടിൻപുറത്തേക്ക് ഇട്ടിച്ചിട്ടാലും അവർക്കും ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ നാട്ടിലെ ചക്കയും മാങ്ങയും പറിച്ച് അയൽവക്കത്ത് കൂട്ടുകൂടി നടക്കുമ്പോൾ അവൾക്കൊരാക്ഷേപം തോന്നിയെന്നിരിക്കുക. അത് തന്നെ അവളുടെ മോഡേൺ ഡ്രസ്സൊക്കെ കണ്ട ആൾക്കാർ അന്തം വിട്ട് നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതും അവൾക്കൊരു പ്രശ്നമാകും. അപ്പം അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കല്യാണം ആലോചിക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം മാതാപിതാക്കളെ ഇതെല്ലാം പറഞ്ഞ് മക്കളെ മനസ്സിലാക്കി, മക്കളും ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം വിവാഹ ജീവിതത്തിലോട്ട് കടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാ ജീവിതത്തിലെ A to Z കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതല്ലേ നല്ലത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.